ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലായ ടേസ്റ്റി ഹോം കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബിരിയാണിക്ക് ആവശ്യമായ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവ നമുക്ക് ചതച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് ചതച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു കിലോ അരിക്കുള്ള ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ 1 കിലോ അരിയും 1 കിലോ ചിക്കനുമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമായ 4 സവാള നമുക്ക് അരിഞ്ഞു വെക്കാം. ചിക്കനിലേക്ക് നമുക്ക് സവാള ലേശം മീഡിയം സൈസിൽ അരിഞ്ഞെടുക്കാം. നമുക്ക് ബിരിയാണി അരിയിലേക്ക് വേണ്ടത് നമുക്ക് നൈസായിട്ട് വേറെ അരിഞ്ഞെടുക്കാം. ഇനി അതേ ചിക്കനിലേക്ക് വേണ്ട 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി നമുക്ക് മീഡിയം സൈസിൽ അരിഞ്ഞെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ മല്ലിയില ചെറുതായി അരിഞ്ഞെടുക്കാം. ഒരു കിലോ അരിക്ക് 1 കിലോ ചിക്കൻ എന്ന കണക്കിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നേരത്തെ കഴുകി വെള്ളം ഊറാൻ വെച്ചതാണ്. ഇനി നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായ മസാലകൾ ചേർക്കാം. ആദ്യമായി ഇതിലേക്ക് നമുക്ക് പകുതി ചെറുനാരങ്ങ നീരെത്തി ചേർക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ അരച്ചു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കുരുമുളക്, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി ഇവ ചേർക്കാം.
മസാലകളെല്ലാം ശേഷം നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ 15 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ചിക്കൻ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബിരിയാണിയിലേക്കുള്ള അരി കഴുകിയെടുക്കാം. അരി ഒരു 3 പ്രാവശ്യം കഴുകിയതിന് ശേഷം നമുക്ക് അരിപ്പയിലേക്ക് ഊറ്റി വയ്ക്കാം. അരി ഊറ്റിയതിന് ശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി പാനിലേക്ക് നമുക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ചിക്കൻ ഓരോന്നായി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബിരിയാണി റൈസിലേക്ക് ആവശ്യമായ ഉള്ളി വാട്ടിയെടുക്കാം. അതിനായി പാനിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇലയും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ആയതിനു ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായ ഉള്ളിയും തക്കാളിയും വാട്ടിയെടുക്കാം. അതിനായി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാത്രം വയ്ക്കാം. ആ പാത്രം ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ചേർത്ത് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി വേഗത്തിൽ വാടി വരാൻ നമുക്ക് അതിലൽപ്പം ഉപ്പിട്ട് കൊടുക്കാം. ആ സമയത്ത് നമ്മുടെ ഉള്ളി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കത് ഊറ്റിയെടുക്കാം. ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഗ്രാമ്പു, ബേ ലീഫ്, പട്ട എന്നിവ ചേർത്ത് ചൂടാക്കിയിടാം. ഇതിലേക്ക് നേരത്തെ ഊറ്റി വെച്ച അരി മുഴുവനായും ചേർത്ത് കൊടുക്കാം.
അരി പാനിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഒന്ന് നന്നാക്കിയെടുക്കുക. അതിൽ നേരത്തെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി അതിൽ അരിയെടുത്ത പാത്രത്തിന് ഇരട്ടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏത് കപ്പിലാണോ നമ്മൾ അരി അളന്നത് അതിന് ഇരട്ടി വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. ബിരിയാണി അരിയിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കുക. അതിനുശേഷം മുറിച്ചു വെച്ച ചെറുനാരങ്ങ നീര് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് അടച്ചു വയ്ക്കാം. ആയതിനു ശേഷം നമുക്ക് അല്പം മല്ലിയിലയും വാട്ടി ഉള്ളിയും കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി മൂടി വയ്ക്കാം. ചിക്കനിലേക്കുള്ള ഉള്ളി നന്നായി വാടിയതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലോണം വാടിയ ശേഷം നമുക്കതിലേക്ക് മുളക്, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഉള്ളിയൊക്കെ നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. റൈസ് വെന്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും വാട്ടിയ ഉള്ളിയും അല്പം പശു നെയ്യും ഒഴിച്ച് നമുക്ക് അടച്ചു വയ്ക്കാം. അതിന് ശേഷം എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ ബിരിയാണി റൈസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. കളർ വേണ്ടവർക്ക് അല്പം കളർ ചേർക്കാം. ഞാൻ അല്പം കളർ ചേർത്തിട്ടുണ്ട്. ഇനി ബിരിയാണി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതാണ് ഞങ്ങളുടെ ചിക്കൻ ബിരിയാണി റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. അതെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.